നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. 65 ദിവസം കഴിഞ്ഞിട്ടും കോർപ്പറേഷൻ കൌൺസിൽ യോഗം ചേരാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി പ്രതിപക്ഷം. ഓംബുഡ്സ്മാനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിക്കും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും വീണ്ടും പരാതി നൽകും. തളിക്കുളത്ത് നിന്ന് മയക്കുമരുന്നും കഞ്ചാവുമായി കുപ്രസിദ്ധ ഗുണ്ടയെ റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡും വാടാനപ്പള്ളി പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. മാള സ്വദേശി വിശാലാണ് പിടിയിലായത്. വാഴക്കോടിൽ ഓടിക്കൊണ്ടിരുന്ന ടോറസ് ലോറിക്ക് തീപിടിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം. തീ കണ്ടയുടനെ ഡ്രൈവർമാർ വാഹനം നിർത്തിയിറങ്ങിയത് ദുരന്തമൊഴിവാക്കി. തോന്നൂർക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആംബുലൻസ് സാമൂഹ്യ വിരുദ്ധർ കേടുപാടുകൾ വരുത്തി. ആംബുലൻസിന്റെ സെൻസർ വയറുകൾ വലിച്ചു പൊട്ടിച്ച നിലയിൽ കണ്ടെത്തി. ദേശാഭിമാനി സീനിയർ ഫോട്ടോഗ്രാഫർ KS പ്രവീൺകുമാറിന്റെ സ്മരണയ്ക്കായി തൃശൂർ പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ പ്രഥമ പ്രവീൺകുമാർ സ്മാരക ഫോട്ടോഗ്രാഫി പുരസ്കാര സമർപ്പണം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. ഇതോടനുബന്ധിച്ചുള്ള ഫോട്ടോ പ്രദർശനം ഞായറാഴ്ച സമാപിക്കും. കൊടകര പൂനീലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്ന് സ്വർണ്ണക്കോലം കവർന്ന കേസിൽ മുഖ്യപ്രതി അസം സ്വദേശി ദിലീപ് ബിശ്വാസിനെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റു 2 പേരെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ്. വരാക്കര പുളിഞ്ചോട് കാർഷിക വിളകൾ നശിപ്പിച്ച കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. മേഖലയിൽ പന്നിശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ. ദുബായിൽ തടവിലാക്കപ്പെട്ട മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മോചനത്തിന് നയതന്ത്ര ഇടപെടലുണ്ടാകണമെന്ന് കേരള സ്റ്റേറ്റ് പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ. തങ്ങളുടേതല്ലാത്ത കുറ്റത്തിന് 61 മലയാളികൾ ഉൾപ്പെടെയാണ് ദുബായിൽ ജയിലിൽ കഴിയുന്നത്. പരന്തരപ്പള്ളി പള്ളിക്കുന്ന് റോഡിൽ ജലവിതരണ പൈപ്പ് പൊട്ടി റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു. റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് പുറമെ വലിയ ഗർത്തവും ഉണ്ടായത് ഇതുവഴിയുള്ള യാത്രക്കാരെ ദുരിതത്തിലാക്കി. നാഷണൽ NGO കോൺഫെഡറേഷനും കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി കിഡ്സും സംയുക്തമായി സംഘടിപ്പിച്ച തയ്യൽ മെഷീനുകളുടെ വിതരണ ഉദ്ഘാടനം ബെന്നി ബെഹനാൻ MP നിർവഹിച്ചു. കോട്ടപ്പുറം രൂപത വികാരി ജനറൽ റോക്കി റോബി കളത്തിൽ അധ്യക്ഷത വഹിച്ചു. തൃപ്രയാർ സേതുകുളത്തിന് സമീപം ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരന് പരിക്കേറ്റു. തളിക്കുളം സ്വദേശി പണിക്ക വീട്ടിൽ താജുദ്ദീനാണ് പരിക്കേറ്റത്. ഉദ്ഘാടനം കഴിഞ്ഞ് 9 മാസം പിന്നിട്ടിട്ടും രജിസ്ട്രാർ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് പ്രവർത്തകർ മുണ്ടൂരിൽ സായാഹ്ന ധർണ നടത്തി. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് ധർണ ഉദ്ഘാടനം ചെയ്തു. എനാമക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ സർഗോദയത്തിന് തിരിതെളിഞ്ഞു. 2 ദിവസങ്ങളായി നടക്കുന്ന കലോത്സവം ചലച്ചിത്ര താരം ഗിരീഷ് കരുവന്തല ഉദ്ഘാടനം ചെയ്തു. കർക്കിടക മാസത്തിലെ നാലമ്പല തീർത്ഥാടനത്തിനായി ക്ഷേത്രങ്ങൾ ഒരുങ്ങുന്നു. ചൊവ്വാഴ്ച നാലമ്പല തീർത്ഥാടനത്തിന് തുടക്കമാകും. നവമലയാളി ഓൺലൈൻ മാഗസിന്റെ 6ാമത് നവമലയാളി പുരസ്കാരത്തിന് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശശികുമാർ അർഹനായി. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഓഗസ്റ്റ് 24-ന് സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. ഈ മാസം 20-ന് ജനകീയ പങ്കാളിത്തത്തോടെ നടത്തുന്ന പെരുന്തോട് ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി ശ്രീനാരായണപുരം പഞ്ചായത്തിൽ ജനകീയ സംഘാടക സമിതി യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഒയ്സ്ക ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ പരിശീലന സ്ഥാപനമായ ഐഫ്രത്തിന്റെ സഹകരണത്തോടെ തൃശൂർ സംഗീത നാടക അക്കാദമി ഭക്ഷണശാലയായ കഫേ അക്കാദമിയിൽ 1 മാസം നീണ്ടുനിൽക്കുന്ന കർക്കിടക കഞ്ഞി ഫെസ്റ്റ് ആരംഭിച്ചു. സാഹിത്യ അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളിക്ക് നൽകി. ചലച്ചിത്ര താരം ജയരാജ് വാര്യർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ ശനി ഞായർ ദിവസങ്ങളിൽ തൃശൂരിൽ നടക്കും. ജവഹർ ബാലഭവനിൽ നടക്കുന്ന കൺവെൻഷൻ P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയുടെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ ഒരുക്കുന്ന വീടിന്റെ നിർമ്മാണം പൂർത്തിയായി. എടവിലങ്ങ് പഞ്ചായത്തിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറ്റം ഈ മാസം 15-ന് നടക്കും. പറപ്പുഗ്ര പഞ്ചായത്തിൽ കാലിത്തീറ്റ വിതരണം നടന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് നിർവഹിച്ചു. പറപ്പൂർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിളക്കം പദ്ധതിക്ക് തുടക്കമായി. അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ ഉദ്ഘാടനം ചെയ്തു. മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ പാഠ്യപദ്ധതിയുടെ ഭാഗമായി 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി കോശ നിർമ്മാണ മത്സരം സംഘടിപ്പിച്ചു. ഹെഡ് മിസ്ട്രസ് ഗിരിജ, സയൻസ് അധ്യാപകരായ ശുഭ, പാർവതി എന്നിവർ നേതൃത്വം നൽകി.
കേരള പോലീസ് അസോസിയേഷൻ തൃശൂർ റൂറൽ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട SI ദിനേഷ് കുമാർ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്ന് 5 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. പരശുറാം എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിനോട് ചേർന്നുള്ള ശുചിമുറിയിൽ നിന്നാണ് കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കരുവന്നൂർ പുഴയിൽ ചാടി കാണാതായ യുവാവിനായുള്ള തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. ബുധനാഴ്ചയാണ് ഇരിങ്ങാലക്കുട കോരുമ്പിശ്ശേരി സ്വദേശി വലിയ വീട്ടിൽ വേണു മകൻ ഹരികൃഷ്ണൻ പുഴയിൽ ചാടി ആത്മഹത്യാശ്രമം നടത്തിയത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ സനീഷ് കുമാർ ജോസഫ് MLA ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിതരണം ചെയ്തു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജിൽ നടന്ന ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA പ്രഭാഷണം നടത്തി. ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നും ഉത്തരാഖണ്ഡിലേക്ക് പ്രത്യേക ടൂറിസ്റ്റ് ട്രെയിൻ സർവീസ് നടത്തും. 11 ദിവസം നീണ്ടുനിൽക്കുന്ന യാത്രയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് KSRTC ജോയിന്റ് ജനറൽ മാനേജർ സാം ജോസഫ്. ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് തൃശൂർ ജില്ലാ അസോസിയേഷനും 23ാമത് സ്കൌട്ട് ഓപ്പൺ ഗ്രൂപ്പും സംയുക്തമായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. തൃശൂർ പാലസ് റോഡിലെ ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജില്ലാ കാര്യാലയത്തിൽ നടന്ന മോക്ക് ഡ്രിൽ MLA ചാണ്ടി ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്തിന്റെ സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടികളുടെ ഭാഗമായി വിത്ത് പന്തുകൾ വിതരണം ചെയ്തു. പ്രധാന അധ്യാപകൻ T അനിൽകുമാർ വിദ്യാർത്ഥികൾക്ക് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതിയുടെ പുതിയ ആംബുലൻസ് സേവനത്തിന്റെ ഉദ്ഘാടനവും സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പും ഞായറാഴ്ച നടക്കും. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിക്കും. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയാൻ സർക്കാർ അടിയന്തര നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കളക്ടറേറ്റ് ധർണ നടത്തി. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് G ജയപാൽ ധർണ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭയിലുള്ള HMC നഗരപ്രദേശത്തെ ഡ്രൈനേജ് എല്ലാ മാസവും കുറഞ്ഞത് 3 തവണയെങ്കിലും ശുചീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറിക്കാണ് കമ്മീഷൻ അംഗം VK ബീനാകുമാരി നിർദ്ദേശം നൽകിയത്. പൌരസ്ത്യ കൽതായ സുറിയാനി സഭ സംഘടിപ്പിച്ച യൂത്ത് കോൺഫറൻസ് ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ ഉദ്ഘാടനം ചെയ്തു. കൽതായ സഭാ അധ്യക്ഷൻ മാർ ഔഗീൻ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. നാലമ്പല തീർത്ഥാടനത്തിനായി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രവും തിരുവല്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രവും പൂർണ്ണ സജ്ജമായതായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശൻ. തൃപ്രയാർ ഇരിങ്ങാലക്കുട മുഴിക്കുളം പായമ്മൽ എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങളും തിരുവല്ലാമല പുൽപ്പരമന്തം കൽക്കുളം എന്നിവിടങ്ങളിലുമായാണ് നാലമ്പല തീർത്ഥാടനത്തിനായി സൌകര്യം ഒരുക്കിയിരിക്കുന്നത്. ഒല്ലൂരിൽ വൈലോപ്പള്ളി SMM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹരിത ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിത്ത് പന്തേർ സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കരോളിൻ ജെറിഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പോർക്കുളം സേവാഭാരതിയുടെ നേതൃത്വത്തിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. നാളെ രാവിലെ 8 മണി മുതൽ 11 മണി വരെ നടക്കുന്ന ക്യാമ്പ് അഞ്ഞൂർ ദിവ്യദർശൻ ഓൾഡ് ഏജ് ഹോം ഡയറക്ടർ ഫാദർ ജോസഫ് താഴ്ത്തേതിൽ ഉദ്ഘാടനം ചെയ്യും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന ഗിഫ്റ്റഡ് ചിൽഡ്രൻ പദ്ധതിയുടെ ഈ അധ്യയന വർഷത്തിലെ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാതല ഉദ്ഘാടനം കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നടന്നു. ഗാനരചയിതാവ് BK ഹരിനാരായണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.